എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ഈ അത്ഭുത പ്രാർത്ഥന അമ്മ മാതാവ് വെളിപ്പെടുത്തിയ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങൾ അതിഭക്തിയോടുകൂടെ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് അമ്മ മാതാവിലേക്ക് സമർപ്പിക്കുക. അപ്പോഴാണ് നിങ്ങൾ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് തീരുന്നത്. അതുപോലെ തന്നെ അനേകം മക്കളാണ് അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് ഈ ചാനലിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ലൈവിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് ആ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ തന്നെ നിങ്ങളും മക്കളെ അമ്മയോടുകൂടെ ചേർന്ന് നിൽക്കാം. പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ലൈവിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ അമ്മ മാതാവ് നടത്തി തരും. അങ്ങനെ മക്കളായി തീർന്ന അനേകം മക്കളുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടായിക്കൊണ്ട് ആ മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ആ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് നടത്തി കൊടുക്കുന്നുണ്ട്. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും പരിശുദ്ധ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ അമ്മ മാതാവ് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കൾ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുകയും ഈ മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ മാതാവ് മക്കളെ നടത്തി കൊടുക്കുകയും ചെയ്യണമേ. അമ്മ മാതാവ് ഈ മക്കളുടെ ഓരോ അവസ്ഥകളും ഓരോ പ്രശ്നങ്ങളും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മ മാതാവ് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുഴുവൻ പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ അമ്മ മാതാവെ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മ മാതാവ് ഈ മക്കളുടെ കടബാധ്യത പൂർണ്ണമായിട്ടും എടുത്തു നീക്കുവാൻ അമ്മ മാതാവിന് പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവെ ഈ മക്കളുടെ ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന സാഹചര്യം പരിശുദ്ധ അമ്മ മാതാവ് എടുത്തു നീക്കണമേ. അമ്മ മാതാവ് മക്കളെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അമ്മ മാതാവ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക കൃപയുണ്ടാകണമേ, പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ മക്കളുടെ ജോലികളിലുള്ള എല്ലാ സാഹചര്യങ്ങളിലും അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ മക്കൾക്ക് സന്തോഷം സമാധാനത്തോടു കൂടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമേ. അതുപോലെ തന്നെ ഉയർന്ന സാലറിയോട് കൂടെയുള്ള ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമേ. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ഈ മക്കൾക്ക് ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് രോഗ സാഹചര്യങ്ങളെല്ലാം എടുത്ത് നീക്കിക്കൊണ്ട് ഒരു കാലത്ത് രോഗമുണ്ടാവാതിരിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ജന്മനായുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാൽ ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് ഈ മക്കൾക്ക് ഭവനം ഉണ്ടാകുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കൾക്ക് മക്കളുണ്ടാകുവാനായിട്ട് അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളുടെ ആഗ്രഹം അനുസരിച്ച് വിവാഹം നടക്കുവാനും എല്ലാ കാര്യങ്ങളും സാധ്യമാക്കുവാനുമുള്ള പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. സാമ്പത്തികപരമായിട്ടുള്ള ഏത് ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളിൽ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിൽ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പൈശാചി ബന്ധനങ്ങളിലൂടെയോ ഏതെങ്കിലും തരത്തിലുള്ള സമാധാനമില്ലായ്മയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പരിശുദ്ധ അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ പ്രത്യേക കൃപ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവേ ഈ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ഈ ചാനലിലെ പ്രാർത്ഥനകൾക്കെല്ലാം ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുന്ന ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ ആവശ്യങ്ങൾ അമ്മ മാതാവ് നടത്തി കൊടുക്കണമേ. അതുപോലെ തന്നെ ഈ ചാനലിലെ പ്രാർത്ഥനകൾ മറ്റ് മക്കളിലേക്ക് അമ്മ മാതാവിനെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അമ്മ മാതാവേ ഈ മക്കളെല്ലാവരും അമ്മ മാതാവിൻ്റെ പക്കലേക്ക് വന്നുകൊണ്ട് അമ്മ മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരും അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു.